ഹലോ മക്കളെ, ഇപ്പോൾ നമ്മുടെ 10th ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വലിയൊരു സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. അതാണ് നമ്മൾ +1 +2 അല്ലേ. അപ്പം നമുക്കറിയാം ഇനി വരുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമും, നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടംപോലെ എക്സാമുകൾ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് എന്താ? +1 +2 +1 +2 എന്നായിരിക്കും എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. അപ്പോൾ 10th കഴിഞ്ഞ കുട്ടികൾക്കൊരു മെയിൻ കൺസേൺ ആണ്, അതായത് നമ്മളിനി CBSE ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചൂസ് ചെയ്യണോ? CBSE പഠിച്ചാലാണോ നമുക്ക് കൂടുതലായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക? ആക്ച്വലി അങ്ങനെയല്ല. അതായത് CBSEക്കാർക്കും സ്റ്റേറ്റുകാരും പഠിക്കുന്ന സിലബസ് ആക്ച്വലി എന്താ സെയിമാണ്. +1 +2 സിലബസ് NCERT ബേസ്ഡ് ആയിട്ടാണ് സ്റ്റേറ്റുകാർക്കും അതേപോലെ CBSEക്കാർക്കും എന്ത് ചെയ്യുക, പഠിക്കാനുണ്ടാവുക. അപ്പോൾ സിലബസ് സെയിം ആണെങ്കിൽ രണ്ടുപേർക്കും എന്ത് ചെയ്യാം, ഈക്വൽ ചാൻസ് ഉണ്ട് അല്ലേ, നീറ്റും അതേപോലെ JEE ക്രാക്ക് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റും CBSE തമ്മിലൊരു മേജർ ഡിഫറൻസ് എക്സാമിൻ്റെ പാറ്റേണാണ്. പൊതുവെ സ്റ്റേറ്റുകാർക്കുള്ള എക്സാം പൊതുവെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതേപോലെ CBSEക്കാർക്കും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, പക്ഷേ സ്റ്റേറ്റുകാരുടെ എക്സാം കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അത്ര കൺസെപ്റ്റിലോട്ട് ഇറങ്ങിയാണ്ട് തന്നെ ഒരു ബോർഡ് ലെവലിൽ ഒരു എന്താ പറയുക, നിങ്ങളെ സിലബസ് മൊത്തത്തിൻ്റെ ആയത്തിലോട്ടുള്ളിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള കുട്ടികൾക്ക് നല്ല സ്കോറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് ബോർഡ് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ CBSE ആണെങ്കിൽ CBSE കുറച്ചും കൂടിയും അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ആക്ച്വലി നീറ്റിനും JEEക്കൊക്കെ ചോദിക്കുന്ന ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ CBSEക്കാർക്ക് ചോദിക്കുക. അതുകൊണ്ട് തന്നെ CBSEക്കാർക്ക് ചെറിയൊരു മുൻഗണന എന്തായാലും ഉണ്ടാവും. കാരണം അവർ ആൾറെഡി അവർക്ക് വരുന്ന ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ നീറ്റിനും JEEക്കൊക്കെ വരുന്ന സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ആർക്ക്, CBSEക്കാർക്ക്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ CBSEക്കാർക്ക് +1 എന്തല്ല, ബോർഡ് എക്സാം അല്ല. +1 നിങ്ങൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്, അല്ലാണ്ട് ഒരു ബോർഡ് എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ, +1 ഒരു പബ്ലിക് എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ചില കുട്ടികൾ CBSE പഠിക്കുന്ന മിക്ക കുട്ടികളും +1 അധികം ചെയ്യാറില്ല, ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ സ്റ്റേറ്റുകാർക്ക് +1ഉം +2 എന്താണ്, പബ്ലിക് എക്സാം ആയതുകൊണ്ട് അവർ രണ്ടും നിർബന്ധമായിട്ടും അവർ കവർ ചെയ്ത് നല്ല പോലെ പഠിക്കേണ്ടി വരും. അത് +1 പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ബോർഡ് എക്സാം മാർക്ക് കുറയും. പക്ഷേ CBSEക്കാർക്ക് ബോർഡ് എക്സാം അല്ലാത്തത് കൊണ്ട് അവർ +1 അധികം ഫോക്കസ് ചെയ്യില്ല. +1 ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താ, ഈ നമ്മൾ വരുന്ന ഞാൻ പറഞ്ഞല്ലോ നീറ്റും JEE എന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ +1 എന്നും ചോദിക്കും, +2 എന്നും ചോദിക്കും. അപ്പം CBSEക്കാർക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. +1 ബോർഡ് അല്ലാത്തത് കൊണ്ട് അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ +2 മാത്രം പഠിച്ച് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ എന്തുണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ CBSE പഠിച്ചത് കൊണ്ട് മാത്രം നീറ്റ് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് പഠിച്ചത് കൊണ്ട് മാത്രം നീറ്റ് ക്രാക്ക് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. നീറ്റും JEEയും ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒറ്റ ഷോർട്ട് കട്ടേ ഉള്ളൂ. +1 +2 NCERT ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം കവറേജ് ചെയ്ത കുട്ടികളാണെങ്കിൽ കൂളായിട്ട് തന്നെ ഒരു റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ +1 +2ൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും, നീറ്റും അതേപോലെ JEEയും. അപ്പോൾ നിങ്ങൾ CBSE ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കൊന്നും വേണ്ട. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, പ്രോപ്പറായിട്ട് സിലബസ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന കോളേജിൽ, ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, നമുക്ക് ഈ +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലേ. അതിൻ്റെ സിലബസ് കവർ ചെയ്യണം, അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ആക്കണം, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കണം. അത് മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, എക്സാം പ്രോപ്പറായിട്ട് എഴുതണം അല്ലേ. നീറ്റിൻ്റെ മോഡൽ എക്സാം അല്ലെങ്കിൽ JEEൻ്റെ മോഡൽ എക്സാം എഴുതുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബോർഡ് എക്സാം ലെവലിൽ മാത്രം പഠിച്ച കുട്ടികൾക്ക് ഒന്ന് ഹയർ ലെവൽ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ എക്സാമും അതേപോലെ തിയറിയും ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത കുട്ടികൾക്ക് നല്ല പോലെ നിങ്ങൾ വിചാരിക്കുന്ന സ്കോറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് സൈലത്തിൻ്റെ ഒരു കിങ്സ് 11 ബാച്ചിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ +1ൻ്റെ ബോർഡും അതേപോലെ എൻട്രൻസും കവർ ചെയ്യുന്ന ബാച്ചാണ് കിങ്സ് 11 ബാച്ച്. ഇപ്പോൾ സ്റ്റേറ്റുകാർക്കും സെപ്പറേറ്റ് ആയിട്ട് ബാച്ച് ഉണ്ട്, അതേപോലെ CBSEക്കാർക്കും. രണ്ട് സ്റ്റേറ്റിനും CBSEക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. കാരണം CBSEൻ്റെ ബോർഡ് എക്സാമും സ്റ്റേറ്റിൻ്റെ ബോർഡ് എക്സാമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ബോർഡ് എക്സാമും അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യണമല്ലോ. നമുക്ക് നമുക്ക് 2 എക്സാമിലും എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് സ്റ്റേറ്റിന് വേറെ ക്ലാസ്സും CBSEക്ക് വേറെ ക്ലാസ്സും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ആൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം വഹിക്കുന്നുണ്ടോ അത്രത്തോളം ചാപ്റ്റർ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പം ഈ +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റും JEEയും ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അപ്പോൾ സൈലത്തിൻ്റെ EduFest ഓഫർ പ്രകാരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും April 5 വരെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാൻ 10% ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സൈലത്തിൻ്റെ XNG10 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഫർ എന്ത് ചെയ്യാൻ ലഭ്യമാക്കാം. ഒട്ടും വൈകിക്കേണ്ട. നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കാണാം. അതുവരെ ബൈ.